മെഡിക്കൽ മാഫിയായിട്ട് നല്ല കയ്യാ. ഏതാണ്ട് ഡോക്ടറൊക്കെ ഇവിടെ താമസിക്കണമെന്നാ പറയുന്നത്. ഇത് കള്ളന്മാരൊക്കെ ഉണ്ട് ഇവിടെ, ഇത് കള്ളന്മാരൊക്കെ. പതിക്കയുടെ വല്ലൊരു ഉണ്ടോ? പതിക്കയുടെ വല്ലൊരു കാണും. പതിക്ക് ഇങ്ങനെ കുറെ പേരെയൊക്കെ അറിയാത്തത്. വള വരുന്നത് സ്മോക്കടിക്കാനും ലേസർ ഉണ്ടാക്കാനും വന്നു. അപ്പൊ വള വെച്ച് താമസിക്കുന്നത് സ്മോക്കടിക്കാനും ലേസർ അടിക്കാനും വന്നില്ലേ? ഇവിടെ കവിനാറായും കുഞ്ഞാറായൊന്നും ഇവിടെ വാഴ കൊടുക്കുന്നത്. സോനിയാസം കഴിച്ചാൽ ഞാൻ പറയും. വാഴ കൊടുക്കുന്നത് സോനിയാസം കഴിക്കാനല്ല, വാഴ കൊടുത്ത് താമസിക്കുന്നത്. വാടകയും വാങ്ങിച്ചിട്ട് സോനിയാസം എടുക്കുന്നു. വാടകയും വാങ്ങിച്ചിട്ട് ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാനുള്ള പണിയൊക്കെ നോക്കുന്നു. ഇൻഷുറൻസ് ലൂട്ട് ഇതൊക്കെ സന്ദേഹം മാറ്റിക്കൊണ്ട് എന്റെ കയ്യിലിരിക്കുന്നു. ഇതൊക്കെ ഒക്കെ എടുക്കാൻ അവന്റെ കടയിൽ വന്നായിരുന്നു വന്നപ്പോ ഇങ്ങനെ ചുമ്മാതെ കിടക്കുമായിരുന്നു. ഒരവനുമായി വാടകയ്ക്കൊക്കെ കുറെ നാൾ കൊണ്ട് കിടക്കുമായിരുന്നു. നാളിക്കുഴിച്ച് കിടക്കുമായിരുന്നു. വീട്ടിൽ നാളിക്കുഴിച്ചും കിടക്കുമായിരുന്നു. നാളിക്കുഴിച്ച് അവൻ സപ്പോർട്ട് ചെയ്യുന്നു ക്രിമിനൽസിനെ. നാളിക്കുഴിച്ച് കിടന്നതാ. നാളിക്കുഴിച്ച് ഇതേപോലെ തന്നെ കിടന്നത്. മുക്ക് മുരച്ച് പറിച്ച് കഴുകി ഇതേപോലെ കഴുകി വെച്ചിരുന്നത്. ഒരു പെയിന്റ് പോലും കഴിക്കാതെ ഇനി വന്നതാ. ഒരു പെയിന്റ് പോലും കഴിക്കാതെ. ഒരു പെയിന്റ് പോലും കഴിക്കാതെ ഈ വന്ന് ഒരു മുറി കൊടുക്കുന്നവരും പെയിന്റ് അടിച്ചാ കൊടുക്കുന്നത് വൃത്തിയായിട്ട്. പെയിന്റ് പോലും കഴിക്കാതെ ചുമ്മാതെ കഴുകി തന്നതാ. കിളവനിപ്പം ക്രിമിനൽസിന്റെ കൂടെ പോയി സുഖമായിട്ട് കാറ്റ് വാങ്ങിച്ചോണ്ട് കിളവൻ ക്രിമിനൽസിന്റെ കൂടെ പോയി സുഖമായിരുന്നു. കൊള്ളാമല്ല കിളവന്റെ സുഖമാണ്. വാടക വാങ്ങിച്ചോണ്ട് സുഖം എടുക്കുന്നു. വാടക ഡിപ്പോസിറ്റ് എല്ലാം വാങ്ങിച്ചോണ്ട് വെട്ടയിലോട്ടും താഴോട്ടും കയ്യിലോട്ടും എല്ലാം കഴുത്തേലോട്ട് അടിക്കില്ലയോ? ഗ്ലാസ് ഒഴിക്കും ലേസറെല്ലാം അടിച്ചു വിടുന്നു. എന്താ പറയുന്നത്? കഴുത്തേലോട്ടെല്ലാം അടിക്കുന്നത്. നമ്മുടെ ഫ്ലോട്ടിംഗ് ഗ്യാസും യൂട്ടിംഗ് ഗ്യാസും ഒന്നും വേണ്ട പോലെ എല്ലാം ഉണ്ട്. നമ്മളെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള രീതിയിലുള്ള ആർക്കൈൻ ഓവർസീസിനെല്ലാം മോഡിച്ച് ആർക്കൈൻ ഓവർസീസിന് കൊടുത്ത പൈസ എല്ലാം മോഡിച്ചിട്ട് ജോബ് ലോസ് ഇൻഷുറൻസ് എല്ലാം തട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. കള്ളി മുതുകള്ളികളെല്ലാം കൂടെ മുതുകളഞ്ഞു ബിജുപിയും കൂടെ അവന്മാരും കൂടെ എങ്ങാണ്ട് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത എല്ലാം എങ്ങനെയൊക്കെ എഴുതി പാസ്സായി കള്ളന്. ആ കള്ളി പുസ്തകത്തിന്റെ മുന്നിൽ ഇങ്ങനെ പുറക്കമായിരുന്നു ജോലിയോടെ.
10ാം ക്ലാസ്സിൽ പോലും പഠിക്കാനെങ്കിലും പുസ്തകത്തിന് മുന്നിൽ 7 മണിയാകുമ്പോഴേ ഉറങ്ങുമായിരുന്നു നമ്മള്. വീടാഴ്ച പഠിക്കാൻ പോകുന്ന മുതുകള്ളി ബുക്കിന്റെ മുന്നിലോട്ട് എടുത്ത് വെച്ചേച്ച് കിടന്നേച്ച് ഉറങ്ങുന്ന കാണാമായിരുന്നു അവള്. മുതുകള്ളിക്ക് ഇങ്ങനെ ഇപ്പൊ കാറ്റുണ്ടാകണമെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ കൊന്നും കുടിച്ച് ഒക്കത്തുള്ളൂ. സൂക്കേടെ വെക്കും. എക്സമാരിക്ക് അവളെ കോപ്പി അടിച്ച് കൂടിപ്പോയതാ സെന്റ് മേരീസില്. എഴുതിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ മുതുകള്ളി നല്ല ഒരു കളിയാണ് മുതുകള്ളി എന്നാട്ട്. കാർഡ്ബോർഡെ മുഴുവൻ എഴുതിക്കൊണ്ട് പോകുമായിരുന്നു അവൾ ജോലി. ഫയലേല് ആൻസറെല്ലാം എഴുതിക്കൊണ്ട് പോകുന്ന കളി മുതുകള്ളി. നമുക്ക് പഠിക്കാനല്ല നേരം എഴുത്തായിരുന്നു ജോലി. ഇങ്ങനെ ഡാഫേഴ്സായിരുന്നു ജോലി. ഡാഫേഴ്സിൽ പോയ കളി അവിടെ പുസ്തകത്തിന് മുന്നിലൊക്കെ ഉറക്കമായിരുന്നു നമുക്ക് ജോലി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പുസ്തകമായിട്ട് മുന്നിലോട്ട് തലേനോട്ട് വെച്ചിട്ട് കിടന്ന് ഉറങ്ങും. അതിപ്പം പൈസക്കിപ്പം അവർക്ക് ഇങ്ങനെ കണ്ടവരെ കൊന്നും പിടിച്ചൊക്കെ നടക്കണം. ചെല്ലമുള്ളിയെ കൊന്നവരൊന്നും നടക്കുക എല്ലാവരെയും കൊന്നുതിന്നാനായിട്ട് നടക്കുന്ന മെഡിക്കൽ മാഫിയ കാര്യങ്ങൾ. പഠിത്തമല്ലായിരുന്നു നമുക്ക് ജോലി. പുസ്തകത്തിന് തലേനോട്ട് വെച്ചേച്ച് കിടന്ന് ഉറക്കമായിരുന്നു നമുക്ക് ജോലി. മുതുകള്ളിക്ക് ജോലി. കുറെ ഡാഫ് എഴുതിയതവള്. ഞാൻ കണ്ടിട്ടുണ്ടോ ഡാഫ് എഴുതിക്കൊണ്ട് പോകുന്നവള്. കാർഡ്ബോർഡിലും ഫയലിലും ഡാഫ് എഴുതിക്കൊണ്ട് പോവുക. ചുണ്ട എഴുതിക്കൊണ്ട് പോവായിരുന്നു അവിടെ ജോലി. എക്സമാവിക്ക് സെന്റ് മേരീസ് വിളിപ്പിച്ചു മോള് ഡാഫ് അടിക്കരുത്. മോള് കോപ്പി അടിക്കാൻ എങ്ങാണ്ടൊരു ഘട്ടം വരുമ്പോ കൊച്ചിലെ ക്രിമിനലായിരുന്നു. ഉള്ളൊരു ക്രിമിനലാണെന്ന് അപ്പൊ കണ്ടുപോലെ കണ്ടാലറിയാം ക്രിമിനലാണെന്ന്. ക്രിമിനലുണ്ടോ പന്നച്ചാ? പക്ഷെ ജീവിക്കണ്ടേ ക്രിമിനൽ പറഞ്ഞു. $2,37,000 അവള് മോട്ടിച്ച് മുതുകള്ളി